ഗ്രാമിക വാർത്തയിലേക്ക് സ്വാഗതം. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെമിക്കൽ സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ സമയോചിതമായി ഇടപെട്ട ഫയർഫോഴ്സ് വൻ ദുരന്തമൊഴിവാക്കി. ലാബ് ഉപകരണങ്ങളും കെമിക്കൽസും വിൽപ്പന നടത്തുന്ന കടയിലാണ് വ്യാഴാഴ്ച പുലർച്ചയോടെ തീപിടുത്തമുണ്ടായത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ MG ബസാറിൽ പ്രവർത്തിക്കുന്ന അക്ഷയ അസോസിയേറ്റ്സിൽ വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. റോഡിന് സമീപത്ത് ചായ കുടിക്കുകയായിരുന്നവർ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് തലശ്ശേരിയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീയണക്കാനായത്. 3 മുറികളിലായി സൂക്ഷിച്ച ലാബ് ഉപകരണങ്ങൾ, കെമിക്കൽസ്, ഓഫീസിലെ കമ്പ്യൂട്ടർ, ഫയലുകൾ എന്നിവയെല്ലാം കത്തിനശിച്ചിട്ടുണ്ട്. ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ കതിരൂർ 3-ാം മൈൽ സ്വദേശി PK രാജീവൻ പറഞ്ഞു. പോലീസ് ഫോൺ വിളിച്ചാണ്. പോലീസ് ഫയർഫോഴ്സ് പുക കണ്ടിട്ട് ഞാൻ രാത്രി വന്നിട്ട് റൂം തുറന്നു കൊടുത്തവർ അപ്പോൾ തന്നെ കുറേ കത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കെമിക്കൽ ലാബ് ഉപകരണങ്ങൾ വിൽക്കുന്ന സർജിക്കൽസ് വിൽക്കുന്ന ഷോപ്പാണ്. 21 വർഷമായി പഴയ ബസ് സ്റ്റാൻഡ്. 35-40 ലക്ഷം രൂപയോളം തരും ഏകദേശം. അതിന് കൂടുതലാണ് ഏകദേശം. സമീപത്ത് നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ വലിയ ദുരന്തമാണ് ഒഴിവായതെന്ന് കൗൺസിലർ COT ഷബീർ പറഞ്ഞു. ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് ഇവിടെ ചായ കുടിക്കാൻ വന്ന 2 പേര് ഇത് പുക വരുന്നത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞത്. അവർ ഫയർഫോഴ്സിലും എന്നെയും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ വന്നത്. അവർ 2 മണിക്കൂറത്തെ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ തീ കെടുത്തിയിട്ടുള്ളത്. അതിനിടയ്ക്ക് ഫയർഫോഴ്സിലുള്ള 2 പേർക്ക് ഒരാൾ ശ്വാസം മുട്ടലും ഒരാൾക്ക് കൈക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. അവരെ അസാന്ത പരിശ്രമത്താലാണ് ഈ ഇവിടെ കെടുത്തിയിട്ടുള്ളത്. 40 ലക്ഷത്തോളം രൂപയാണ് നഷ്ടം സംഭവിച്ചതെന്നാണ് ഉടമ രാജീവേട്ടൻ പറഞ്ഞത്. കാരണം ലാബ് എക്യുപ്മെൻസും സ്കൂളുകളിലേക്കുള്ള ഉപകരണങ്ങളൊക്കെയാണ് ഇവിടെ. ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഇത്. അവരെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം നഷ്ടം വന്നത്. കാരണം അത് അണക്കാൻ സാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കുറേയൊക്കെ നഷ്ടം. ജില്ലയിലെ ലാബ് ഉപകരണങ്ങളുടെയും കെമിക്കൽസിന്റെയും മൊത്ത വിതരണക്കാരാണ് അക്ഷയ അസോസിയേറ്റ്സ്. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്ത കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.